ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ട് യാക്കോബസ്ലിയ എഴുതിയ ലേഖനത്തിലുള്ള വചനങ്ങളാണ്. അവിടെ യാക്കോബസ്ലിയ പറയുകയാണ്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതല്ലാതെ പ്രത്യേകിച്ച് പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല, വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യാക്കോബസ്ലിയ പറയുകയാണ് ആ വിശ്വാസം അതിൽ തന്നെ മൃതമാണ് എന്ന് പറയുകയാണ്. മരിച്ചു പോയതാണ്, ജീവനില്ലാത്തതാണ് എന്ന് പറയുകയാണ്. സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, കുറെ പ്രവൃത്തികൾ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയണതും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണ്. ഈശോ തന്നെ അതിലൊരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുകയും നല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിന്റെ യോഗ്യനായിരിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്, പക്ഷെ വിശ്വാസമില്ല, ആ ദൈവത്തിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതായത് ഇന്നത്തെ വചനഭാഗങ്ങൾ, 2 വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങൾ ഇതാണ്. വിശ്വാസമില്ലാതെയുള്ള പ്രവൃത്തികളും പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും അതിൽ തന്നെ നിർജീവമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം, രണ്ടാമതായിട്ട് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് പോകുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയുള്ളൂ. നമ്മളുടെ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൂടി വർദ്ധിപ്പിക്കാനും ആ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാനുമുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.